ഷിജോ വെട്ടിക്കുഴയാണ് ഇന്ന് പത്രവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് പോകുന്നത്. ഷിജോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തീപ്പൊരി വാക്പോരൊക്കെ നടത്തിയ ദിവസമായിരുന്നു ഇന്നലെ. അതെ, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം വലിയ ചൂടുപിടിച്ച ഒരു സാഹചര്യം, വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ കാണാനുണ്ട്. അതൊക്കെ തന്നെയാണ് പത്രങ്ങളിൽ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. വാർത്തകളും അഭിമുഖങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. മലയാള മനോരമയിൽ നിന്ന് തുടങ്ങാം. മലയാള മനോരമയിൽ മുൻപേജിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല, എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തലക്കെട്ടായി നൽകിക്കൊണ്ടാണ് ഈ വാർത്തയെ സമീപിക്കുന്നത്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന തലക്കെട്ടിൽ ഈ വാർത്ത നൽകുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ ചോദ്യം ഉന്നയിച്ച ഒരാളോട് പറഞ്ഞ ആ വാചകത്തെ എടുത്ത് കാട്ടിക്കൊണ്ട് എന്നാൽ മറ്റൊരു വാർത്തയാണ് ഇത് സർക്കാരുമായി ബന്ധപ്പെട്ടത്. ആ വാർത്തയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: കർഷകരെ പരമാവധി 5000 രൂപ വരെ പ്രതിമാസ പെൻഷൻ വാഗ്ദാനം ചെയ്ത കർഷക ക്ഷേമനിധി പെൻഷൻ പദ്ധതിയിൽ ധനവകുപ്പിൻ്റെ വെട്ട എന്നുള്ള വാർത്തയ്ക്കാണ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന തലക്കെട്ട് മലയാള മനോരമ നൽകിയിരിക്കുന്നത്. 5 വർഷമായി അംശാദായം അടയ്ക്കുന്ന കർഷകർക്ക് 5000 രൂപ പെൻഷൻ നൽകുന്നത് അഭിലഷണീയമല്ല എന്നാണ് കഴിഞ്ഞ മാസം അവസാനം കൃഷി വകുപ്പിനയച്ച ഫയലിൽ ധനവകുപ്പ് കുറിച്ചത് എന്നുള്ളതാണ് ഈ വാർത്ത. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടുവന്ന പദ്ധതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ധനവകുപ്പിൻ്റെ ഇടപെടൽ എന്ന് ഈ വാർത്തയുടെ ഉള്ളടക്കം. ഈ വാർത്തയ്ക്ക് ഈ തലക്കെട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് എന്നുള്ളതാണ്. മനോരമയുടെ മുൻപേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്ന മറ്റൊന്ന്, മരണമേ നന്ദി എന്ന തലക്കെട്ടിൽ രാജ്യത്ത് ആദ്യ ദയാവധം നടപ്പാക്കിയതിൻ്റെ വാർത്ത നൽകുന്നു. ഹരീഷ് റാണ വിടവാങ്ങി. മരണം ഒടുവിൽ അവനോട് ദയ കാട്ടി 4ാം നിലയിൽ നിന്നും വീണ് 13 വർഷം ജീവച്ഛവമായി കഴിഞ്ഞ ഗാസിയാബാദിലെ ഹരീഷ് റാണ വിടവാങ്ങി എന്നാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. ഉൾപേജുകളിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പാണ് വാർത്ത. നിരവധി വാർത്തകളുണ്ട്. അതിൽ തന്നെ എടുത്തു കാട്ടാവുന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ ഒരു അഭിമുഖമാണ് മനോരമയുടെ കാഴ്ചപ്പാട് പേജിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ആകാനില്ല, പ്രവചിക്കാനും ഇല്ല എന്നാണ്. 100 സീറ്റിലധികം നേടുമെന്ന് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ 50 സീറ്റ് അധികം കോൺഗ്രസ് നേടേണ്ടി വരും. അതെങ്ങനെയെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നത് അതിനുള്ള വർക്ക് നടത്തിയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പായിരുന്നു ഇതിനേക്കാൾ കഠിനം. അവിടെ തർക്കങ്ങൾ തീർക്കാനായി വാർഡ് വിഭജനം അശാസ്ത്രീയമായിട്ടും ജയിക്കാൻ കഴിഞ്ഞത് ജനവികാരത്തിൻ്റെ പ്രതിഫലനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആ ഒരുക്കത്തിൻ്റെ ബലത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് KPCC അധ്യക്ഷൻ പറയുകയാണ്. LDF മുഖമായി പിണറായി വിജയനെയാണ് എടുത്തുകാട്ടുന്നത്. കോൺഗ്രസിൻ്റെ മുഖം ആരാണ്? താങ്കൾ മത്സരാർത്ഥിയാണോ എന്നുള്ള, അതായത് മുഖ്യമന്ത്രി മത്സരാർത്ഥിയാണോ എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ് ഒരു കാലത്തും അങ്ങനെ മത്സരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് ലീഡറെ നിശ്ചയിക്കാറ്. മുഖ്യമന്ത്രി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുകയെന്ന് AK ആൻ്റണി 2 വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. താൻ മത്സരാർത്ഥി അല്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുകയാണ്. ഉൾപേജുകൾ പരിശോധിക്കുമ്പോൾ കേരള കൗമുദിയുടെ ഉൾപേജിൽ മറ്റൊരു പ്രധാനപ്പെട്ട അഭിമുഖം പ്രത്യക്ഷപ്പെടുന്നത് K സുധാകരൻ്റേതാണ്. തലക്കെട്ട് നൽകിയിരിക്കുന്നത് വാവിട്ട പോര് എന്നാണ്. K സുധാകരൻ MP കേരള കൗമുദിയുടെ നടത്തിയ അഭിമുഖ സംഭാഷണത്തിലെ ശ്രദ്ധേയമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇങ്ങനെയാണ്: മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നിട്ട് പിൻവലിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമാണത്. അദ്ദേഹം അതിന് മറുപടി നൽകുന്നത്, മത്സരിക്കണമെന്ന ആഗ്രഹം ഞാൻ AICC അധ്യക്ഷന് മല്ലികാർജ്ജുൻ ഖർഗെയോടും രാഹുൽ ഗാന്ധിയോടും പറഞ്ഞിരുന്നു. അവർ സമ്മതവും നൽകിയിരുന്നു. പക്ഷേ ആരൊക്കെയോ പരാതി കൊടുത്തു എന്നാണ് സുധാകരൻ തുറന്നടിക്കുന്നത്. ഒടുവിൽ MP-മാരും മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം പാർട്ടിയും അംഗീകരിക്കുകയായിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത്. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും യോഗ്യൻ എന്നാണ് സുധാകരൻ പറയുന്നത്. BJP-യിലേക്ക് പോകും എന്ന പ്രചാരണം ശക്തമായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് ശുദ്ധ അസംബന്ധം, ഞാൻ ഒരിക്കലും BJP-യിലേക്ക് പോകില്ല. എൻ്റെ അച്ഛൻ കോൺഗ്രസ് ആദർശങ്ങളിലൂടെ വളർന്ന ആളാണ്. 9ാം വയസ്സ് മുതൽ ആ പ്രസ്ഥാനത്തോടൊപ്പമുള്ള ആളാണ് ഞാനെന്നും സുധാകരൻ പറയുന്നു. പ്രതിയോഗി പിണറായി വിജയൻ അങ്ങയുടെ നിലപാടിനെ ശ്ലാഘിച്ചല്ലോ എന്നുള്ള ചോദ്യത്തിന് ആ വാക്കുകൾ സീരിയസ് ആയി എനിക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് അത് ശരിയല്ലെന്ന് എങ്ങനെ പറയും? ആ വാക്ക് ഒരു പ്രോത്സാഹനമായി ഉൾക്കൊള്ളുന്നുവെന്ന് K സുധാകരൻ പറഞ്ഞു. ശ്രദ്ധേയമായൊരു അഭിമുഖം
അഭിമുഖം കേരള കൗമുദിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇനി മാതൃഭൂമിയുടെ ഉൾപേജ് പരിശോധിക്കുമ്പോൾ ഇവിടെ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അഭിമുഖമുണ്ട്. 100 സീറ്റിലധികം നേടാവുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ഇതിൽ ഒരു അദ്ദേഹം പറയുന്നത് UDFിൻ്റെ പ്രതീക്ഷ താഴെ തട്ടിലുള്ള യാഥാർത്ഥ്യവുമായി ഒരുപാട് ബന്ധപ്പെട്ടതാണ് എന്നാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് നിലയേക്കാൾ കൂടുതലായിരിക്കും നിയമസഭയിൽ ഉണ്ടാവുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. G സുധാകരനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട്. G സുധാകരൻ CPM വിടാനിടയാക്കിയതിൽ താങ്കൾക്ക് പങ്കുണ്ടെന്ന് എതിരാളികൾ പറയുന്നുണ്ട്. അത് ശരിയാണോ എന്നാണ് ചോദ്യം. അതിനുള്ള ഉത്തരം എന്ത് നടന്നാലും KCക്ക് പങ്കുണ്ടെന്ന് അവർ പറയും. G സുധാകരനും ഞാനും ഏറ്റവും ശക്തമായി ഏറ്റുമുട്ടിയവരാണ്. പക്ഷേ അപ്പോഴും പരസ്പര സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നുവെന്ന് KC വേണുഗോപാൽ പറയുന്നു. മാതൃഭൂമിയുടെ മുൻപേജിലേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. പരിവർത്തിത ക്രിസ്ത്യാനികൾ പട്ടികജാതിയല്ല, ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ പട്ടികജാതി പദവി ഇല്ലാതാകും എന്നുള്ള സുപ്രീം കോടതി വാർത്തയാണ്. യുദ്ധം പ്രധാനപ്പെട്ട വാർത്തയാകുന്നുണ്ട് ഇന്ന് പത്രങ്ങൾക്ക്. മാതൃഭൂമിയുടെ മുൻപേജെടുത്ത് പരിശോധിക്കുമ്പോൾ ഇറാൻ US ചർച്ച നടന്നോ, എങ്ങും ചർച്ചകൾ എന്ന തലക്കെട്ടിൽ വാർത്ത നൽകുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറഞ്ഞു. ഇറാൻ US-ഉമായി കരാറിലെത്താൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവർ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടൊരു വലിയ സമ്മാനം തനിക്ക് നൽകിയതായും വൈറ്റ് ഹൗസ് വിളിച്ച് മാധ്യമപ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു എന്നാണ് പറയുന്നത്. മോദിയെയും ഫോണിൽ വിളിച്ച് ട്രംപ് ഈ വിഷയങ്ങളൊക്കെ തന്നെ സംസാരിച്ചു എന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മാധ്യമം എടുത്ത് പരിശോധിക്കുമ്പോൾ മുൻപേജിൽ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് യുദ്ധം തന്നെയാണ്. നിർത്താതെ വെടി എന്ന തലക്കെട്ടിലാണ് ഇത് നൽകുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ആക്രമണം തുടർന്ന് ഇസ്രയേൽ തിരിച്ചടിച്ച് ഇസ്രയേലിൽ വൻ നാശം എന്നും ലാരിജാനിയുടെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. ബാഖിർ ദുൽഖദർ ആണ് പിൻഗാമി എന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മംഗളത്തിൻ്റെ മുൻപേജ് എത്തുമ്പോൾ യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കോടതിയിൽ നിന്നുള്ള വാർത്തയാണ്. പള്ളികളെ ഏറ്റെടുക്കാനുള്ള ഉത്തരവ് റദ്ദാക്കി എന്നുള്ള വാർത്താ പ്രാധാന്യത്തോടുകൂടി മുൻപേജിൽ വരുന്നു. പാലക്കാട്, എറണാകുളം ജില്ലകളിലായി തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കാനുള്ള സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി എന്നുള്ളതാണ് ഈ വാർത്ത. ദീപികയുടെ ഉൾപേജ് പരിശോധിക്കുമ്പോൾ ദീപികയുടെ എഡിറ്റോറിയൽ ഇന്ന് വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ വാരത്തിലെങ്കിലും നിന്ദിക്കരുത് എന്നാണ് പറയുന്നത്. ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പരിശീലനങ്ങളും പ്രവേശന പരീക്ഷകളുമൊക്കെ കുത്തി നിറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ എല്ലാ പുണ്യദിനങ്ങളോടുമുള്ള സമീപനമല്ല ഇത് എന്നാണ് ദീപിക പറയുന്നത്. എല്ലാവരുടെയും സൗകര്യം മാനിച്ച് ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കുന്നത് ഇത് ആദ്യമല്ല. പക്ഷേ ഓശാനയും ഈസ്റ്ററും ഉൾപ്പെടെ വിശുദ്ധ വാരത്തിലെ പ്രധാന ദിനങ്ങളെല്ലാം ക്രൈസ്തവർക്കുൾപ്പെടെ ഇത്തവണ വിലക്കിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങളായി ഈസ്റ്ററും ക്രിസ്മസും ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിശേഷ ദിനങ്ങളെ സംഘപരിവാർ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് വിമർശിക്കുകയാണ് ദീപിക ഇന്ന്. വീക്ഷണത്തിൻ്റെ മുൻപേജിലെത്തുമ്പോൾ രസകരമായ ഒരു തലക്കെട്ട് നൽകിക്കൊണ്ട് ഒരു റിപ്പോർട്ട് നൽകുന്നു. അവർ കണ്ടു മിണ്ടി കാശുപോയി എന്ന തലക്കെട്ടിലാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം. മോഹൻലാലുമായി ഉള്ള അഭിമുഖത്തിലെ പണത്തിൻ്റെ ചെലവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടാണ്. അവർ കണ്ടു മിണ്ടി നമ്മുടെ കാശുപോയി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുഖം മിനുക്കാൻ മോഹൻലാലുമായുള്ള അഭിമുഖം പൊതുപണം ദൂർത്തടിച്ചാണത്. PR സ്റ്റണ്ടിന് പൊടിച്ചത് 11,21,000 രൂപ. വിവരാവകാശ രേഖകൾ പുറത്ത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ദേശാഭിമാനി എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്, പ്രസ്താവനയാണ് പ്രധാനപ്പെട്ട വാർത്തയായി അവർ നൽകുന്നത്. കോൺഗ്രസിൻ്റേത് മുൻകൂർ ജാമ്യം എന്ന തലക്കെട്ടിൽ LDF BJP ഡീലുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. AKGക്കും EMSനും എതിരെ കോൺഗ്രസ് RSS കൂട്ടുകെട്ടുണ്ടാക്കി ഇന്നും കോൺഗ്രസ് അത് തുടരുകയാണ് എന്നാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് പരിവർത്തിത ക്രിസ്ത്യൻസുമായി ബന്ധപ്പെട്ട ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട റിസർവേഷൻ വാർത്തയടക്കമുള്ള റിപ്പോർട്ടുകളൊപ്പം ഇറാൻ യുദ്ധം പ്രധാനപ്പെട്ട, പശ്ചിമേഷ്യൻ സംഘർഷം പ്രധാനപ്പെട്ട വാർത്തയാകുന്നുണ്ട്. അതിൽ ഹിന്ദു എടുത്ത് പരിശോധിക്കുമ്പോൾ ട്രംപ് ഡിസ്കസസ് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ഇൻ കോൾ വിത്ത് മോഡി എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. സ്ട്രൈക്സ് കണ്ടിന്യൂ ഇൻ വെസ്റ്റ് ഏഷ്യ മിക്സഡ് സിഗ്നൽസ് എന്ന തലക്കെട്ടിൽ പശ്ചിമേഷ്യയിലെ സംഘർഷവും യുദ്ധവും തുടരുന്നു എന്ന വിശദാംശങ്ങളും ഇന്ന് നൽകുന്നുണ്ട്. സേതു, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ, വാർത്തകൾ ഇന്ന് കാണാൻ കഴിയുന്നത് പത്രങ്ങളിൽ. ഓക്കെ ഷിജോ.